ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് എടുക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്കറിയാം, എൻ്റെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് കാണുന്നവർക്കറിയാം, ഡെയിലി ഞാൻ കറണ്ട് അഫയേഴ്സിൽ തലേ ദിവസത്തെ, അതായത് ഇന്നലത്തെ ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഡിസ്കസ് ചെയ്യുക. അതേപോലെ അത് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതേപോലെ ഓരോ ദിവസം ഞാൻ വല്ല ന്യൂസും അഥവാ മിസ്സ് ചെയ്തിട്ടുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആയ ന്യൂസും ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോകാറുമുണ്ട്. സോ നമുക്കപ്പോൾ ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പിന്നെ ന്യൂസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ പോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. RBI cancels the Mudhol Co-operative Bank's banking license on inadequate capital position. അപ്പോൾ ഇന്നാഡിക്വേറ്റ് ക്യാപിറ്റൽ പൊസിഷൻ കാരണം കൊണ്ട് RBI മുതൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബാങ്കിങ് ലൈസൻസ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചു നോക്കാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ക്യാൻസൽഡ് ദ ബാങ്കിങ് ലൈസൻസ് ഓഫ് കർണാടക ബേസ്ഡ് ദ മുതൽ കോഓപ്പറേറ്റീവ് ബാങ്ക് സൈറ്റിംഗ് ഇന്നാഡിക്വേറ്റ് ക്യാപിറ്റൽ സിറ്റുവേഷൻ കാരണം കൊണ്ടാണ് അതിൻ്റെ ബാങ്കിങ് ലൈസൻസ് റദ്ദാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. The bank is prohibited from conducting the business of banking, which includes, among other things, acceptance of deposits and repayment of deposits. അപ്പോൾ ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റും അതേപോലെ റീപേയ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സും ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് RBI മുതൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ. അപ്പോൾ അതിൻ്റെ കാരണം ഇന്നാഡിക്വേറ്റ് ക്യാപിറ്റൽ പൊസിഷൻ കാരണം കൊണ്ടാണ്. ക്യാപിറ്റലിൽ വന്നിട്ടുള്ള ഇന്നാഡിക്വേറ്റ്, അതിന് വേണ്ട അത്ര ക്യാപിറ്റൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ക്യാൻസലേഷൻ ഓഫ് ബാങ്കിങ് ലൈസൻസ് നടത്തിയിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ന്യൂസും RBI റിലേറ്റഡ് ന്യൂസാണ്. RBI ഡബിൾസ് ഹോം ലോൺ ലിമിറ്റ്സ് ഓഫ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്. അപ്പോൾ ഹോം ലോൺ ലിമിറ്റ്സ്, കോഓപ്പറേറ്റീവ് ബാങ്ക്സ് കൊടുക്കാവുന്ന ഹോം ലോൺ ലിമിറ്റ്സിൻ്റെ ഡബിൾ ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ലിമിറ്റ്സ്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ദ ലിമിറ്റ്സ് ഓഫ് ടയർ 1 ആൻഡ് ടയർ 2 അർബൻ UCBs have been revised from 30 lakh to 60 lakh and 70 lakh to 1.4 crore. അതായത് ഇപ്പോൾ ടയർ 1 സിറ്റി ആണെങ്കിൽ 70 ലാക്കാണ്, അതായത് 70 അല്ല 60 ലാക്കാണ്. അതേപോലെ അത് 30 ലാക്ക് ആയിരുന്നു ഇതിന് മുമ്പ്. അതേപോലെ ടയർ 2 സിറ്റി ആണെങ്കിൽ 70 ലാക്ക് ആയിരുന്നു ഇതുവരെ. ഇനി അത് ഡബിൾ ചെയ്തിട്ട് 1.4 crore വരെ അവർക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ട് പുതിയ റൂൾ പ്രകാരം. These limits were last revised for UCBs in 2011 and for RCBs in 2009. The RBI allowed urban cooperative banks to provide doorstep banking services to meet the needs of customers, especially senior citizens and differently abled persons. അപ്പോൾ RBI allowed urban cooperative banksന് ഡോർസ്റ്റെപ്പ് ബാങ്കിങ് സർവീസസ്, അതായത് സീനിയർ സിറ്റിസൺസിനെയും അതേപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസിനെയും ആലോചിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു ഡിസിഷൻ എടുത്തിരിക്കുന്നത് RBI അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ. സോ നെക്സ്റ്റ് ന്യൂസ്. ഇന്ത്യാസ് FDI റാങ്ക് റൈസസ് ടു 7th പൊസിഷൻ ഡിസ്പൈറ്റ് ഫോളിംഗ് ഇൻഫ്ലോസ്. UNCTAD അക്കോർഡിംഗ് ടു യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്. UNCTADയുടെ ഫുൾ ഫോമാണ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ പ്രകാരം ഇന്ത്യ ഒരു പൊസിഷൻ ജമ്പ് ചെയ്തിരിക്കുകയാണ്, 7th പൊസിഷൻ. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ് ഒരു പ്ലേസ് ജമ്പ് ചെയ്തിട്ടുള്ളത്. ഇൻ 2021 ഡിസ്പൈറ്റ് FDI ഇൻഫ്ലോസ് ഇൻ ടു ദ കൺട്രി ഡിക്ലൈനിങ്. ഇൻ ഇറ്റ്സ് വേൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് റിപ്പോർട്ട് UNCTAD സെഡ് FDI ഇൻഫ്ലോസ് ഇൻ ടു ഇന്ത്യ declined to $45 billion in 2021 from $64 billion in the preceding year. അപ്പോൾ ഇന്ത്യയുടെ FDI റാങ്ക് 7th പൊസിഷനിലേക്ക് റൈസ് ചെയ്തിരിക്കുകയാണ്. 8th നിന്ന് 7th പൊസിഷനിലേക്ക് ആയിരിക്കുകയാണ് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രകാരം. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Finance and Corporate Affairs Minister Nirmala Sitharaman launches Ease 5.0, confirms a reforms agenda for PSBs. അപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്ക്സിൽ കോമൺ റിഫോംസ് അജണ്ട ഫോർ PSBs.
അപ്പോൾ കോമൺ റിഫോംസ് അജണ്ട ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ 5.0 എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് വേണ്ടിയിട്ട്. നിർമ്മല സീതാരാമൻ ലോഞ്ച് 5th എഡിഷൻ ഓഫ് എൻഹാൻസ്ഡ് ആക്സസ് ആൻഡ് സർവീസ് എക്സലൻസ് ഈസ് 5.0 which spells out the common reforms agenda for PSBs under EASE Next program. EASE 5.0 will focus on digital customer experience and the integrated inclusive banking. The initiatives will be across diverse themes: business growth, profitability, risk, customer service and operations, etc. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ തീംസ്. പിന്നെ ഫൈനാൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമനാണ് ഈ ഒരു ഈസ് 5.0 കോമൺ റിഫോംസ് അജണ്ട ഫോർ PSB പബ്ലിക് സെക്ടർ ബാങ്ക്സ് എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ട് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഫിനാൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്റ്ററായ നിർമ്മല സീതാരാമനാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഡൽഹി ഹൈക്കോർട്ട് അപ്പോയിൻറ്റ് ഫോർമർ ജസ്റ്റിസ് പങ്കജ് നാഖ്വി ആസ് അഡ്മിനിസ്ട്രേറ്റർ ടു ഹാൻഡിൽ അഫയേഴ്സ് ഓഫ് ജൂഡോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി ഹൈക്കോർട്ട് ഫോർമർ ജസ്റ്റിസ് പങ്കജ് നാഖ്വിനെ അഡ്വൈസർ ടു ഹാൻഡിൽ അഫയേഴ്സ് ഓഫ് ജൂഡോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ജൂഡോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അഫയേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്ററാക്കി സെലക്ട് ചെയ്തിരിക്കുകയാണ് പങ്കജ് നാഖ്വിയെ. അപ്പോൾ ഇതതിൻ്റെ ഡീറ്റെയിൽസാണ്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ ഡൽഹി ഹൈക്കോർട്ടാണ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത് ഫോർമർ ജസ്റ്റിസ് പങ്കജ് നാഖ്വി. ജൂഡോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അഫയേഴ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള അഡ്മിനിസ്ട്രേറ്ററായിട്ടാണ് നിയമിച്ചിട്ടുള്ളത്. സോ ഡീറ്റെയിൽസ് വായിച്ച് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Fitch Ratings has revised its outlook on India's sovereign rating from negative to stable. അപ്പോൾ ഫിച്ച് റേറ്റിംഗ്സ് റിവൈസ് ചെയ്തിരിക്കുകയാണ് ഔട്ട്ലുക്ക് ഓൺ ഇന്ത്യ സോവറിൻ റേറ്റിംഗ്. ഇന്ത്യയുടെ സോവറിൻ റേറ്റിംഗ് നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കല്ല സ്റ്റേബിളിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നെഗറ്റീവ് റേറ്റിംഗിൽ നിന്നും സ്റ്റേബിളായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് വായിച്ചു നോക്കാം. ദ റാപ്പിഡ് എക്കണോമിക് സർവേ ഇൻ ഇന്ത്യ മേഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഫിച്ച് റിവൈസ് its outlook on India from negative to stable. It, however, has cut India's growth forecast for the year to 7.8% due to the inflationary impact of the global commodity price. Previously, the agency predicted the growth of the 8.5% of fiscal year 2023. It maintained a rating of BBB for the country. So, Fitch Ratings റിവൈസ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ ഔട്ട്ലുക്ക് ഓൺ ഇന്ത്യാസ് സോവറിൻ റേറ്റിംഗ് ഫ്രം നെഗറ്റീവ് ടു സ്റ്റേബിളായിട്ട് റിവൈസ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. UNGA adopts resolution on a multilingualism mentions Hindi language for first time. അപ്പോൾ UNGA എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയാണ്. യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ് റെസൊല്യൂഷൻ ഓൺ മൾട്ടിലിംഗ്വാലിസത്തിന് ഒരു റെസൊല്യൂഷൻ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. മെൻഷൻസ് ഹിന്ദി ലാംഗ്വേജ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഹിന്ദി ലാംഗ്വേജിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ടൈമാണിത് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാം. In a significant initiative, the United Nations General Assembly has adopted an India-sponsored resolution on a multilingualism that mentions the Hindi language for the first time. Hindi @UN project was launched in 2018 with a objective to enhance the public outreach of the United Nations in the Hindi language. The resolution also mentions Bangla and Urdu for the first time. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി മൾട്ടിലിംഗ്വലിസത്തിനൊരു റെസൊല്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഹിന്ദി ലാംഗ്വേജിനെ ഫസ്റ്റ് ടൈം റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. തമിഴ്നാടു ചീഫ് മിനിസ്റ്റർ MK സ്റ്റാലിനാണ് തമിഴ്നാടു ചീഫ് മിനിസ്റ്റർ. ഫോംസ് പാനൽ ടു ഫ്രെയിം സ്റ്റാറ്റ്യൂട്ട് ടു ബാൻ ഓൺലൈൻ റമ്മി. അപ്പോൾ ഓൺലൈൻ റമ്മി നമ്മൾ ഈ മത്സരത്തിൽ, അതായത് ഓരോ ആപ്ലിക്കേഷനിലൊക്കെ കാശ് നേടാമെന്നൊക്കെ, അപ്പോൾ അത് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാറ്റ്യൂട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. നമുക്ക് വായിച്ച് നോക്കാം. തമിഴ്നാടു ചീഫ് മിനിസ്റ്റർ MK Stalin has instituted a 4-member committee to assist the state government in preparing an ordinance to ban online rummy games. The team is led by retired Madras High Court Justice Chandru.
അപ്പോൾ ഈ പേര് ഓർമ്മ വയ്ക്കുക. ചന്ദ്രുവാണ് അതിൻ്റെ ഹൈക്കോടതി ജസ്റ്റിസ് ചന്ദ്രുവാണ്, ഫോർമർ ഹൈക്കോടതി ജസ്റ്റിസ് അല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ചന്ദ്രുവാണ് ഈ ഒരു ടീം ലീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ M.K. സ്റ്റാലിനാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത് 4 മെമ്പർ കമ്മിറ്റി ടു അസിസ്റ്റ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ പ്രിപ്പയറിംഗ് ആൻഡ് ഓർഡിനൻസ്. അപ്പോൾ അതായത് ഓർഡിനൻസ് ഫോർ ബാനിങ് ഓൺലൈൻ ഗെയിം റമ്മി. അപ്പോൾ റമ്മി നമ്മൾ ഒരുപാട് ക്യാഷൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഒരുപാട് ക്യാഷ് ആൾക്കാരുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിനൊരു അഡിക്ഷനും ഉണ്ടാവുന്നുണ്ട്. ആ ഗെയിമിന് ആൾക്കാരുടെ ഇടയിൽ ഒരു അഡിക്ഷൻ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ഈ ചീട്ടുകളിയൊക്കെ ഉള്ള പോലെ തന്നെ അഡിക്ഷനും ഉണ്ടാവുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഓൺലൈൻ ഗെയിം റമ്മി നിർത്തലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. സോ ജയിക്കുന്നവർക്ക് അതിൽ നല്ല കാര്യമൊക്കെ ആണെങ്കിലും നഷ്ടം വരുമ്പോൾ തുടർച്ചയായിട്ട് നഷ്ടങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് ഫിനാൻഷ്യലായിട്ടുള്ള ഒരുപാട് ബാധ്യതകൾ വന്നു ചേരും. അത് സ്ഥിരമായിട്ട് കളിച്ച് നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ. സോ അതിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു മൂവ് നടത്തിയിരിക്കുന്നത് തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ M.K. സ്റ്റാലിൻ. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Country's industrial activity jumps to 7.1% in April against 1.9% in March 2022. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി 7.1% ഇൻ ഏപ്രിലിൽ 7.1% ആയിരുന്നു, എഗെയിൻസ്റ്റ് 1.9% ഇൻ മാർച്ച് 2022. അപ്പോൾ മാർച്ച് 2022 1.9% ആയിരുന്നു. അത് ജമ്പ് ചെയ്ത് 7.1% ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി വർദ്ധിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ബാക്കി അതിൻ്റെ ഇൻഫോർമേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റിയുടെ ഗ്രോത്ത് 7.1% ആണ് ഏപ്രിലുള്ളത്. അത് 1.9% ആയിരുന്നു മാർച്ചിൽ. സോ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യൻ ഡിപ്ലോമാറ്റ് അമൻദീപ് സിംഗ് ഗിൽ അപ്പോയിൻറ്റഡ് ആസ് UN ചീഫ്സ് എൻവോയ് ഓൺ ടെക്നോളജി. അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ചീഫ് എൻവോയ് ഓൺ ടെക്നോളജി ആയിട്ട് അമൻദീപ് സിംഗ് ഗില്ലിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ ഡിപ്ലോമാറ്റ് അമൻദീപ് ഗില്ലിനെ UN ചീഫ്സ് എൻവോയ് ഓൺ ടെക്നോളജി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. UN Secretary General Antonio Guterres has appointed a senior Indian diplomat Amandeep Singh Gill as his envoy on technology to coordinate programs for international digital cooperation. Amandeep Singh Gill has been India's permanent representative to the Conference on Disarmament in Geneva from 2016 to 18. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്, ന്യൂസിൻ്റെ ഒരു എലാബറേഷനാണ്. നിങ്ങൾക്കത് വായിച്ചു നോക്കാം. അപ്പോൾ ന്യൂസ് ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ ഡിപ്ലോമാറ്റായ അമൻദീപ് സിംഗ് ഗില്ലിനെ UN ചീഫ്സ് എൻവോയ് ഓൺ ടെക്നോളജി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ന്യൂസ്. പ്രൈം മിനിസ്റ്റർ ഇനോഗ്രേറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഇൻ സ്പേസ് അറ്റ് ഭോപ്പാൽ ആൻഡ് അഹമ്മദാബാദ്. അപ്പോൾ ഭോപ്പാലിലും അഹമ്മദാബാദിലും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഇൻ സ്പേസ്. അപ്പോൾ അത് നമുക്ക് വായിച്ചു നോക്കാം. Prime Minister Narendra Modi inaugurated the headquarters of Indian National Space Promotion and Authorization Center in space full form ആണത് at ഭോപ്പാൽ അഹമ്മദാബാദ് ഭോപ്പാലിലാണത് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഓട്ടോണോമസ് ആൻഡ് സിംഗിൾ വിൻഡോ നോഡൽ ഏജൻസി ഇൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് ഫോർ ദ പ്രൊമോഷൻ എൻകറേജ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ഓഫ് സ്പേസ് ആക്ടിവിറ്റീസ് ഓഫ് ബോത്ത് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് എൻറ്റിറ്റീസ്. The establishment of InSpace was announced in June 2020. അപ്പോൾ ഇൻസ്പേസിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അനൗൺസ് ചെയ്തത് ജൂൺ 2020 സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അതേപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവ്രിവൺ.